പവർ ബി ഐയിൽ ഇതുപോലെ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കളർ ചെയ്തുകൊണ്ട്, അതായത് ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ ബാർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് കേസ് മന്ത് വൈസ് ആണ്, ജനുവരി തൊട്ട് ജൂൺ വരെയുള്ള ഒരു വോളിയം ടേക്കൺ അല്ലെങ്കിൽ ഒരു സെയിൽസ് പോലൊരു ബാർ ചാർട്ട് നമ്മൾ സിംപ്ലി ഉണ്ടാക്കാറുണ്ടല്ലോ. അതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഡേറ്റ ലേബൽസ് കൊടുത്തുകൊണ്ട് നമ്പറും വരും. ബട്ട് പെട്ടെന്ന് ഒരു നോട്ടത്തിൽ നോക്കുമ്പോൾ അത് ഏതാണ് ബോട്ടം ഏതാണ് ടോപ്പ് പെർഫോമർ എന്നുള്ളത് നമുക്ക് നമ്പർ നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ല. അൺടിൽ അൺലെസ് നമ്മൾ സബ്സ്റ്റാൻഷ്യലി വളരെ ചെറുതായിട്ടുള്ളതും ഭയങ്കര വലിയ ബാറും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാതെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ കളർ കോഡിംഗ് ആയിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അതിനാണ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബാർ ചാർട്ടിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇതുപോലെ ചെയ്യാമെന്നുള്ളത്. സോ ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് കേസ് ഈ ഗ്രീൻ കളർ കാണിക്കുന്ന മാർച്ചിലുള്ളതാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് 7663. ആൻഡ് ഏറ്റവും ബോട്ടം പെർഫോമർ എന്ന് പറയുന്നതിന്റെ മന്ത് വരുന്നത് ഫെബ്രുവരിയിലാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഡേറ്റ സെറ്റ് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ഒരു പുതിയ പേജിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് എഴുതാം. കണ്ടീഷണൽ ഫോർമാറ്റ്. ഓക്കെ. ഡേറ്റ ടേബിൾ ഞാനൊന്ന് കാണിക്കാം. ഡേറ്റ ടേബിൾ സീരിയസ് ആയിട്ടുള്ളതൊന്നുമില്ല. ഡേറ്റ് വേണം. വേണമെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഒന്നോ രണ്ടോ മൂന്നോ അങ്ങോട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. HPV PAYയും PAYG എന്ന് പറഞ്ഞിട്ട് 3 ഡിപ്പാർട്ട്മെന്റ് കാണിച്ചിട്ടുണ്ട്. ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി തൊട്ട് ജനുവരി 2025 ടിൽ 30 ജൂൺ. പിന്നെ നമ്മൾ വോളിയം ടേക്കൺ എടുക്കുന്നുണ്ട്. അതിന്റെ ഒരു മെഷർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും മന്ത് നമ്പർ എടുക്കാം. മന്ത് നമ്പർ നമുക്ക് വൈ ആക്സിസിൽ മന്തിൽ വൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് മന്ത് നമ്പർ കൊടുക്കാം. അപ്പം 1 എന്ന് പറയുന്നത് ജനുവരിയും 6 എന്ന് പറയുന്നത് ജൂൺ. 1 to 6. ഓക്കെ. ബാക്ക് ടു വിഷ്വലി വരാം. നമുക്കിവിടെ ആദ്യം ഒരു ബാർ ചാർട്ട് എടുക്കാം. ഓക്കെ. ബാർ ചാർട്ടിന് ഇത് ക്ലസ്റ്റേർഡ് കോളം ചാർട്ട്. അതിനുശേഷം നമുക്ക് ഏജന്റ് ഡേറ്റയിൽ പോകാം. അതാണ് നമ്മുടെ ടേബിൾ ഏജന്റ് ഡേറ്റ. അതിനുശേഷം മന്ത് നമ്പർ. ഓക്കെ. അതിനുശേഷം വോളിയം ടേക്കൺ. രണ്ടും ഒരിടത്ത് വന്നു. മന്ത് നമ്പർ, വോളിയം ടേക്കൺ. സോറി. സോ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ. മന്ത് നമ്പർ ആസ് ഇൻ 1 to 6, 1 through 6 ആൻഡ് വോളിയം ടേക്കൺ വൈ ആക്സിസിൽ വിഷ്വൽ വന്നിട്ടുണ്ട്. ഓക്കെ. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാർ ചാർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമുക്കതിന് വിഷ്വൽസിൽ കുറെ ഡേറ്റ ലേബിൾസും അതിന്റെ ഫോർമാറ്റിംഗ് കൊണ്ടുവരാം. ആദ്യം ഡേറ്റ ലേബിൾസ് എടുക്കാം. ഈ വിഷ്വലി ഫോർമാറ്റ് പെയിൻ എടുത്തുകൊണ്ട് വിഷ്വലിൽ ഈ ഭാഗത്തായിട്ട് ഡേറ്റ ലേബിൾസ് വരുന്നുണ്ട്. അത് ഇപ്പോൾ ഓഫ് കാണിക്കുന്നത്. നമുക്കത് ഓൺ ചെയ്യാം. അപ്പം ഇവിടെ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു നമ്പറാണ് ഇപ്പോൾ വരുന്നത്. അത് ഈ വാല്യൂസ് എന്ന് പറയുന്ന ഈ സാധനം 230K എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാം. അതിന് ആ ഡേറ്റ ലേബൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് താഴെ വാല്യൂസ് എന്ന് പറയുന്ന സബ് സെക്ഷനിൽ പോവാം. അത് ഓൾറെഡി ഓൺ ആണ്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് പോകും. വാല്യൂസിനകത്ത് ഡിസ്പ്ലേ യൂണിറ്റ് നൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ നമ്പർ സം ചെയ്ത് വരും. നമുക്കൊന്നുകൂടെ ഇത് വലുതാക്കാം. ബോൾഡ് ചെയ്യാം. ബോൾഡ് ചെയ്യുമ്പോൾ അത് ബോൾഡായി. 12 എടുക്കാം. കുറച്ചും കൂടെ വിഷ്വലി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. വേറെ എന്തെങ്കിലും മാറ്റം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. പിന്നെ വേണ്ടത് കോളംസ്. ഈ കാണിക്കുന്നതാണ് കോളം എന്ന് പറയുന്നത്. കോളം എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് കോളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോളം എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിൽ കളറിൽ ഗ്രീൻ കളറാണ് വരുന്നത്. ഈ ഗ്രീൻ കളർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പോകുന്നത്. യു ക്യാൻ സീ ഹിയർ, make this property change under different conditions that you define. So we can define a conditional formatting in here. Color categories. Okay. അതിൽ നമുക്ക് വേണ്ടത് റൂൾസ് ആണ്. നമ്മൾ റൂൾ ക്രിയേറ്റ് ചെയ്യാണ്. റൂൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വാട്ട് ഫീൽഡ് ഷുഡ് വി ബേസ് ദിസ് ഓൺ. സോ വോളിയം ടേക്കൺ, നമ്മൾ വോളിയം സെയിൽസിന്റെ വോളിയം ടേക്കൺ ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട് വോളിയം ടേക്കൺ. ആൻഡ് സെയിം നമ്മൾ വിച്ച് ഫീൽഡ് ബൈ ഡിഫോൾട്ട് അത് വോളിയം ടേക്കൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 3 റൂളായിട്ട് വേണം. ഒന്ന് ടോപ്പിന് വേണ്ടി, ഒന്ന് ബോട്ടമിന് വേണ്ടി, ഒന്ന് മീഡിയൻ, അതായത് ഇത് രണ്ടിലും പെടാത്ത ഗ്രൂപ്പ്. സോ ഫസ്റ്റ് വൺ നമുക്ക് ചെയ്യാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0%. അപ്പോൾ നമുക്ക് ഷെയ്ഡി ആയിട്ടുള്ള ഒരു കളർ കൊടുക്കാം. ഓക്കെ. അതിനുശേഷം
greater than, sorry, if value is equal to 1, that is 100 percentage, sorry, 100 percentage, then give me green. If the value is 0 percentage, then give me red color. Click on more color. അതിനുശേഷം ഈ കളർ പാലറ്റിൽ ഒരു റെഡ് കളർ നമുക്ക് കൊടുക്കും. ഓക്കെ ഓക്കെ ഇഫ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 percentage and 100 percentage, സോറി, അതിവിടെ ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് വന്നു, ഞാൻ വേരിക്കും ചെയ്ത്, എനിക്ക് പിടികിട്ടി. ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 percentage, ഗ്രേഷ് ആയിട്ടുള്ള കളർ. If value is 100, then green color. If the percentage is 0, then red color. ഓക്കെ കൊടുത്തു നോക്കാം. കണ്ടില്ലേ, നമ്മൾ കൊടുത്ത കളർ പ്രകാരം ഏറ്റവും ബോട്ടം ആയിട്ടുള്ളത് റെഡ് കളറും ഹയസ്റ്റ് ആയിട്ടുള്ളത് ഗ്രീൻ കളറും വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് ചെറുതാക്കി കൊടുക്കാം. ഈ ബാറിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. ഫോർ എക്സാമ്പിൾ ബോർഡർ കൊടുക്കണം, ബോർഡർ കൊടുക്കാം. അപ്പം ചെറുതായിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട്. ലേഔട്ടിൽ ബിറ്റ്വീൻ കാറ്റഗറീസ് കണ്ടില്ലേ, സ്പേസ് ബിറ്റ്വീൻ കാറ്റഗറീസ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് സ്റ്റഡി ആവും ബാർ എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കോളംസിലല്ലാതെ സൂം സ്ലൈഡർ വേണ്ട, ഗ്രിഡ് ലൈൻസ് വേണ്ട. ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ. വേണമെങ്കിൽ ടൈറ്റിൽ നമ്മൾ അടിപൊളിയാക്കാം. ടൈറ്റിൽ എന്ന് പറയുന്നതാണ് ഈ സാധനം, വോളിയം ടേക്കൺ ബൈ മന്ത് നമ്പർ എന്നുള്ളത്. അത് നമ്മൾ അത് കൊണ്ടുവന്ന കീ ഫീൽഡ് പ്രകാരമാണ് അത് ഓട്ടോമാറ്റിക് വന്നത്. വോളിയം ടേക്കൺ ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് വോളിയം ടേക്കൺ ബൈ മന്ത്, അതേപോലെ ഇതായിട്ടുണ്ട്. അത് നമുക്ക് ബോൾഡ് ചെയ്യാം. വേണേൽ സെന്റർ ബോൾഡായി സെന്റർ അലൈൻമെന്റ് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വേണേൽ കളർ മാറ്റാം, ലൈക്ക് മേ ബി ഫെയ്ഡ് ആയിട്ടുള്ള. ഡിവൈഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വര പോലെ വരും, കണ്ടില്ലേ, അതുകൊണ്ട് വര പോലെ ഇരിക്കുന്ന കണ്ടില്ലേ. ഓക്കെ, സ്പേസിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഡിവൈഡറിന്റെ സ്പേസിംഗ് ഓക്കെ ഓക്കെ ഇത് മതി. ഓക്കെ, അപ്പോൾ ആസ് പെർ ദിസ് ഫെബ്രുവരിയിലെ ബോട്ടവും മാർച്ചിലെ ഹയസ്റ്റുമാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു സ്ലൈസറും കൊടുക്കാം അഡീഷണൽ ആയിട്ട്. ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാം. അപ്പം നമുക്കിത് ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പം എങ്ങനെ ചെയ്യേണ്ടത്? ഡിപ്പാർട്ട്മെന്റ്, ഐ തിങ്ക് ദ നെയിം ഈസ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഡ്രാഗ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇത് സം ഓവറോൾ ലെവലിലാണ് കാണിക്കുന്നത്. അതായത് 3 ഡിപ്പാർട്ട്മെന്റും കൂടി സം ചെയ്തിട്ടുള്ള സെയിൽസ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. സോ സ്പെസിഫിക്കലി നമുക്ക് PAYM സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ കളർ കോഡിങ് മാറിയിട്ടുണ്ട്. അതായത് ഫെബ്രുവരി തന്നെ എപ്പോഴും ബോട്ടവും, PAYM ഹയസ്റ്റ് എന്ന് പറയുന്നത് മെയ് മാസമാണ്. HVBയിൽ പോയാൽ ഫെബ്രുവരി തന്നെ ബോട്ടം, പക്ഷെ ജനുവരിയിലാണ് ഹയസ്റ്റ്. PGയിൽ ജസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഒരു കോപ്പി എടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു വേറൊരു വിഷയം കൂടെ ട്രൈ ചെയ്യാം. മെട്രിക്സ് ടേബിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ബാർ ചാർട്ടല്ലേ, മെട്രിക്സ് ടേബിളിൽ നമുക്ക് കളർ കോഡിങ് കൊടുത്ത് നോക്കാം. ഒന്ന് കോപ്പി ചെയ്യാം. ഇത് ഈ വിഷ്വലിൽ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് CTRL-C ചെയ്തു. ഇനി അതിന്റെ പുറത്തോട്ട് CTRL-V ചെയ്യാന്നുണ്ട്, ഇതിന്റെ ഒരു കോപ്പി കിട്ടും. അപ്പോൾ സെയിം കണ്ടീഷണൽ ഫോർമാറ്റിങ്ങും എല്ലാം അപ്ലൈഡ് ആയിട്ടാണ്, സെയിം വിഷ്വൽസ് തന്നെയാണ് കോപ്പി പേസ്റ്റ് ആവുന്നത്. ഈ സ്ലൈസറിലും അത് ലിങ്ക്ഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത്, കാരണം ഇതിന്റെ ഡിറ്റോ കോപ്പി നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടാണ്. നമുക്കിനി ഇതൊന്ന് ഇതിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വിഷ്വൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. മെട്രിക്സ്, അതിനുശേഷം മന്ത് നമ്പർ, ഇത് ഷഫിൾഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതിന് വോളിയം ടേക്കൺ ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന വാല്യൂസിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഇത് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്കിവിടെ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഐക്കൺസ് കൊടുക്കാം. ഓക്കെ, കണ്ടീഷണൽ ഫോർമാറ്റിംഗിന് ഐക്കൺസ് കൊടുക്കാം. ഐക്കൺസിൽ കണ്ടീഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചില കണ്ടീഷൻസ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. റൂൾസ് തന്നെയാണ്. ഓക്കെ, വോളിയം ടേക്കൺ ഓൾറെഡി വന്നിട്ടുണ്ട് ബൈ ഡിഫോൾട്ട്, നേരത്തെ പോലെ തന്നെ. ഐക്കൺ ലേഔട്ട് എന്ന് പറയുന്നത് ഐക്കൺ നമുക്കിവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വരുത്താം. അതിനുവേണ്ടി ലെഫ്റ്റ് ഓഫ് ഡേറ്റ, സോ ലെഫ്റ്റ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആ ചെറിയ ചെറിയ ഇതുപോലത്തെ ഡോട്ട്സും ഐക്കൺസും കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ശരിക്കും രണ്ട് റൂൾസ് മതി.
ഓക്കെ, ഒന്ന് ഹയസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീനും, ബോട്ടം ആണെന്നുണ്ടെങ്കിൽ റെഡും, ബാക്കിയുള്ളതിന് കളർ കൊടുക്കേണ്ട കാര്യമില്ല, ബാർ ചാർട്ട് ചെയ്ത പോലെ. അപ്പം ഇഫ് വാല്യൂ ഈസ് ഈക്വൽ ടു 0 ദെൻ റെഡ് കളർ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്, എന്നാലും ഒരു റൗണ്ട് എടുക്കാം നമുക്ക്. റെഡ് കളർ. ഇഫ് വാല്യൂ ഈസ് ഈക്വൽ ടു 100% ദെൻ ഗ്രീൻ കളർ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ രണ്ട് കണ്ടീഷനേ ഉള്ളൂ, ബാക്കിയുള്ളത് ബ്ലാങ്ക് ആയിട്ട് ഇവിടെ കിട്ടും. ഓക്കെ കൊടുത്ത് നോക്കാം. സി, അപ്പൊ ഈ ബാർ ചാർട്ടിൽ കാണിച്ച അതേ ഫോർമാറ്റിൽ അതേ പ്രിസിഷനിലുമാണ് ഇവിടെയും കാണിക്കുന്നത്. റെഡ് കളർ 2 ഫെബ്രുവരിയിലെ 69039 അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രീൻ കളർ കാണിക്കുന്ന മെയ് മാസത്തെ 76690. നമുക്കിത് ചേഞ്ച് ചെയ്ത് നോക്കാം. സ്ലൈസർ HPV നോക്കാം. അതുകൊണ്ട് ഈ ബാർ ചാർട്ട് ചേഞ്ച് ആവുന്ന പോലെ തന്നെ അതേ ഫോർമാറ്റിലും അതേ പ്രിസിഷനിലും ഇതുകൂടെ ചേഞ്ച് ആവുന്നുണ്ട്. നമുക്കിത് തന്നെ വേണമെങ്കിൽ ലൈൻ ചാർട്ടിലും ചെയ്യാം. സെയിം കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നോക്കട്ടെ. ഓക്കെ, ഒന്ന് ചെറുതാക്കാം. ഇതിന്റെ തന്നെ ഒരു കോപ്പിയും കൂടെ എടുക്കാം. ഓക്കെ, ഈ ബാർ ചാർട്ടിന്റെ ക്ലസ്റ്റേർഡ് കോളം ചാർട്ടിന്റെ ഒരു കോപ്പിയും കൂടെ എടുത്തു. വിഷ്വൽ ഫോർമാറ്റ്, ലൈൻ ചാർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ കണ്ടീഷൻ ഫോർമാറ്റിംഗ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട്. 69237 റെഡ് കളർ ഒരു ഡോട്ട് മാർക്കർ വരുന്നത്. ഗ്രീൻ കളർ വരുന്നത് 76623 ഫസ്റ്റ് ബാറിൽ, 1 ജാനുവരിയിൽ അതിന്റെ റെഡ് കളർ വരുന്നുണ്ട്. പക്ഷെ അത് അത്ര വിഷ്വൽ അല്ല, വിഷ്വലി അപ്പീലിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഫോർമാറ്റിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് വൺ, കോളം ചാർട്ടിൽ നമ്മൾ പിന്നെ കോളം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ലൈൻ ചാർട്ടിൽ ലൈൻസിൽ ക്ലിക്ക് ചെയ്യാം. ഓൾ കാറ്റഗറി സെലക്ട് ചെയ്തിട്ടേക്കാം. നമുക്ക് വേണമെങ്കിൽ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആക്കുമ്പോൾ കുറച്ചും കൂടെ അത് കർവി ആയിട്ട് വരും, കണ്ടില്ലേ? അങ്ങനെ ചെയ്യാം. വിഡ്ത്ത് കുറച്ചും കൂടി വലുതാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് അപ്പീലിംഗ് ആയിരിക്കും. ഇതിന്റെ കളർ വേണമെങ്കിൽ ഒരു ഷെയ്ഡി ആക്കി കൊടുക്കാം, അതായത് ലൈൻ്റെ കളർ ഒരു ഷെയ്ഡി ആക്കി കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടെ അത് വിസിബിൾ ആവുന്നുണ്ട്, കണ്ടില്ലേ? അതുപോലെ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്, അതാണ് ഈ കളർ. പക്ഷെ നമുക്കിപ്പോൾ അതിലൊന്നും ചെയ്യണ്ട, കാരണം അതിൽ ഓൾറെഡി കാറ്റഗറൈസ് ചെയ്തേക്കുന്നുണ്ട്. ഓക്കെ, നമുക്കതിൽ തുടരണ്ട. ഡേറ്റ ലേബിൾസിൽ എന്താണുള്ളത്? വാല്യൂസ്, ഡീറ്റെയിൽ വേണ്ട, അതിലൊന്നും ടച്ച് ചെയ്യേണ്ട. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കണ്ടീഷൻ ഫോർമാറ്റിംഗ് പോകും. ഓക്കെ, ഞാൻ തൊടുന്നില്ല അതിൽ. ഓക്കെ, വേറെ എന്തെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. വോളിയം ടേക്കൺ ബൈ മന്ത്, ടൈറ്റിൽ വേണമെങ്കിൽ മാറ്റാം, ലൈക്ക് ലൈൻസ്, അതോടെ വന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് വേണമെങ്കിൽ ഒരു ബ്ലൂ കളർ കൊടുക്കാം. സബ് ടൈറ്റിൽ കൊടുക്കാം. സബ് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഒരു സെക്കൻഡ് ലൈനായിട്ട് വേണം നമുക്ക് എഴുതി കാണിക്കും. 6 months ഡേറ്റ. ഇതുപോലെ ചെയ്യാം. അതും അതിന്റെ ഇന്റന്റ് കറക്റ്റ് ചെയ്യാം. 6 months നടുക്കായിട്ടാക്കാം. വേറെ എന്തെങ്കിലും ഫീച്ചർ ഉള്ളതായിട്ട് ഇപ്പൊ ഇതിന്റെ നമ്മുടെ ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർക്കറിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അത് റിസ്ക് ആണ്. നോക്കട്ടെ, സൈസ് വലുതാക്കി കൊടുക്കാം. മാർക്കറിന്റെ സൈസ് വലുതാക്കാം. കളർ ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുക്കുമ്പോൾ ബോർഡറിൽ വരുന്നത് ബോർഡറിന്റെ കളർ നമുക്ക് ചെയ്യും, കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിരിക്കും അത്. സോ മേ ബി പച്ച കൊടുത്താൽ കുറച്ചും കൂടെ കാണാം. അത് എനിക്ക് അറിയത്തില്ല, സ്ക്രീൻഷോട്ടിൽ അത് കാണുന്നോന്ന് അറിയത്തില്ല. ബോർഡറിൽ പച്ച കളർ കൊടുത്താൽ കുറച്ചും കൂടെ രസമുണ്ട് കാണാം. ഓക്കെ, ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ 3 തരത്തിലുള്ള വിഷ്വൽസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്ലൈസറും ഫസ്റ്റ് ക്ലസ്റ്റേർഡ് ബാർ ചാർട്ടിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്തുകൊണ്ട് അത് അതിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കളറിങ് കൊടുത്തു. രണ്ടാമത്തേതിൽ മെട്രിക്സ് ടേബിൾ കൊണ്ടുവന്നിട്ട് അതിന്റെ കളർ കോഡിങ് നമ്മൾ രണ്ട് റൂളേ ചെയ്തുള്ളൂ. മൂന്നാമത്തേതും സെയിം കോപ്പി തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഹെഡിങ് എന്ന് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹെഡിങ്ങും സബ് ടൈറ്റിലും കൊടുത്തതേ ഉള്ളൂ. അതിനുശേഷം മാർക്കർ ഒന്നുകൂടെ വലുതാക്കി, ബോൾഡാക്കി, ലൈൻ ഒന്നുകൂടെ അതിന്റെ കോൺട്രാസ്റ്റ് കുറച്ചു. അതുപോലെ തന്നെ ഇത് പച്ചയുമാണ്, ഇത് റെഡ് കളറുമാണ്. ഇത് ചേഞ്ച് ആവും. PAYGയിൽ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് റെഡ് കളറും തേർഡ് എന്ന് പറയുന്നത് മാർച്ച് എന്ന് പറയുന്നത് ഹയറുമാണ്. ഇതിവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ,